കേരള രാജ്യാന്തര ചലച്ചിത്രമേള എന്ന് പറയുന്നൊരു സംഭവം അത് തിരുവനന്തപുരത്ത് ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ സിനിമാ പ്രേമികൾ ആഘോഷമാക്കുന്ന 7-8 ദിവസങ്ങൾ തലസ്ഥാന നഗരി, അത് ആദ്യം കൈരളി തിയേറ്റർ ആയിരുന്നെങ്കിൽ അതിൻ്റെ വേദി മാറിയപ്പോൾ ടാഗോർ തിയേറ്റർ ആയിട്ടുണ്ട്. ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ് തലസ്ഥാന നഗരിക്കുള്ളത്. കഴിഞ്ഞ തവണ നമ്മളെ 2 കുട്ടികൾ ആഷിഖ്, സ്വാന്തന, ഇവർ രണ്ടുപേരുമാണ് കഴിഞ്ഞ തവണ അത് റിപ്പോർട്ട് ചെയ്തത്. അവർക്ക് രണ്ടുപേർക്കുമാണ് അത് മികച്ച കവറേജിനുള്ള പുരസ്കാരം കിട്ടിയത്. അവർ രണ്ടുപേരും തന്നെയാണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇവരെ കണ്ടപ്പോൾ വെറുതെ സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ആശിക്ക്, എങ്ങനെ ഈ രാജ്യാന്തര ചലച്ചിത്രമേളയെ നമുക്ക് സിനിമകളുടെ ഒരു വൈവിധ്യം കൊണ്ട് എങ്ങനെ കണക്കാക്കാൻ കഴിയും? വൈവിധ്യം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ IFFKയിലേക്കും ഉള്ള ഒരു സവിശേഷതയാണ് വൈവിധ്യം. ആ സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് വളരെ നിശിതമായ കാർക്കശ്യത്തോടെ ലോകത്തിൻ്റെ വിവിധമായ ചിത്രങ്ങൾ എത്തിക്കാൻ എല്ലാ കാലത്തും IFFK ശ്രമിച്ചിട്ടുണ്ട്. അത് സൈഫുക്ക പറഞ്ഞ കൈരളിയിലും ശ്രീയിലും നിളയിലുമൊക്കെ നടന്നിരുന്ന IFFK കാലം തൊട്ട് കവി അയ്യപ്പനും അങ്ങനെയുള്ള ആളുകളൊക്കെ തിമിർത്ത് മറിഞ്ഞു പോയ ആ കാലം മുതൽക്ക് ഇന്ന് കുറച്ചുകൂടെ പ്രൊഫഷണൽ രീതിയിൽ നല്ല സംഘാടന മികവോടെ നടക്കുന്ന ഈ 29ാമത്തെ IFFKയിലും എല്ലാ കാലത്തും വൈവിധ്യമുണ്ട്. അത് ഇത്തവണത്തെ സിനിമയിൽ ഏതാണ്ട് 53ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ ചിത്രങ്ങൾ എത്തുന്നുണ്ട്. കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ അർമേനിയയിൽ നിന്നുള്ള ചിത്രങ്ങളുണ്ട്. ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് എന്നുള്ള വിഭാഗത്തിൽ ലോകത്തെ പല മേളകളിൽ പ്രദർശിപ്പിക്കപ്പെട്ട എല്ലാ ചിത്രങ്ങളും അടക്കം സംഘടിപ്പിക്കുന്ന ഒരു വിവിധ വിഭാഗങ്ങൾ തയ്യാറാക്കിക്കൊണ്ടാണ് 29ാമത്തെ IFFK ഒരുങ്ങുന്നത്. വൈവിധ്യം ഒട്ടും കുറയില്ല. അതെ, ഈ സിനിമകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓടി നടന്ന് സിനിമ കണ്ട കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഓടി നടന്ന് സിനിമ കാണാൻ പറ്റുന്ന സമയമൊന്നുമില്ല. സ്വാന്തന ആദ്യമായി ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന ഏത് സമയത്താണ്? ഞാൻ ആദ്യമായിട്ട് ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്ത കഴിഞ്ഞ തവണയാണ്. അത് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ തവണ വന്നത്. അതുകൊണ്ട് കഴിഞ്ഞ തവണ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്കും ആഷിഖിന് മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ നമ്മൾ ആദ്യമായിട്ട് ജോലിയുടെ ഭാഗമായി കൂടെ വരികയാണ്. അപ്പോൾ ഇങ്ങനെ സിനിമ കണ്ട് നടക്കാനുള്ളൊരു സമയമില്ല. പല സിനിമകളും കുറച്ച് ഭാഗം കാണുന്നു, പിന്നെ ആളുകളുടെ റിവ്യൂ എടുക്കുന്നു, അതിൻ്റെ സ്റ്റോറി അടിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, നമുക്കിതിന് പുറത്ത് ശരിക്കും സിനിമകളുടെ ലോകത്തിന് പുറത്ത് കുറേ കഥകളുള്ള മനുഷ്യർ ഇവിടെയുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 10 പേരെ കണ്ടാൽ 2 പേരോട് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ആ 2 പേരോട് സംസാരിക്കുന്ന 2 പേർക്ക് വലിയ കഥകൾ പറയാനുണ്ടാകും. അവർ എന്താ പറയുക, ഒത്തിരി കഥകളുള്ള മനുഷ്യരുണ്ടാകും. സിനിമയെ സ്നേഹിക്കുന്ന ആളുകൾ, കുറേ വർഷങ്ങളായിട്ട് പല പല മേളകളിൽ പങ്കെടുത്ത ആളുകൾ, അങ്ങനെ ഒരുപാട് കഥകളുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ ആ കഥകൾ കൂടിയാണല്ലോ IFFK എന്ന് പറഞ്ഞത്. സിനിമയുടെ കഥകൾക്ക് അപ്പുറത്തേക്ക് ഇവിടെ വരുന്ന മനുഷ്യരുടെ കഥ കൂടിയാണ് IFFK എന്ന് ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ തവണയാണ്. പക്ഷേ കഴിഞ്ഞ തവണ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് കുറച്ചൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ ആ ഒരു 8 ദിവസം ശരിക്കും ഉറക്കമില്ലാത്ത, ആദ്യം സേഫ് പറഞ്ഞ പോലെ ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയായിരുന്നു ലിറ്ററലി എനിക്കും ആഷിഖിനും. ഞങ്ങൾ പക്ഷേ 8 ദിവസം കഴിഞ്ഞപ്പം അവാർഡ് ഇങ്ങനെ നമ്മുടെ കൈ കിട്ടിയപ്പോൾ കിട്ടിയ ഒരു സന്തോഷം അത് വേറെ ലെവലായിരുന്നു. പക്ഷേ ഇത്തവണ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെ ഒരു വട്ടം വന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത്തവണ ഇങ്ങനെ പോകുന്നു. പരിണിത പ്രജ്ഞയായി വരുന്ന സ്വാന്തനയാണ് നമ്മൾ കാണുന്നത്. കൈരളിയുടെ സ്റ്റെപ്പിലിരുന്ന് സിനിമയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? എനിക്ക് അത്ര ഒരനുഭവം ഇല്ല. എൻ്റെ ഓർമ്മ കൈരളിയിൽ നിന്നൊക്കെ മാറി ടാഗോറിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വളർന്നു നിൽക്കുന്ന ഒരു IFFK ആണ്. 2021 IFFKയിലാണ് ഞാൻ വരുന്നത്. അന്ന് എനിക്ക് മറക്കാൻ കഴിയാത്തൊരനുഭവമുണ്ട്. അത് ഈ ടാഗോർ തിയേറ്ററിൻ്റെ ഈ തൊട്ടപ്പുറേ ഒരുക്കുന്ന സ്റ്റേജിൽ അന്ന് ചലച്ചിത്രമേളയുടെ 4ാം ദിവസം ഷഹബാസ് അമൻ വന്നിട്ടൊരു പെർഫോമൻസ് നടത്തുന്നുണ്ട്. ആ അനുഭവമാണ് എൻ്റെ IFFK. എന്താണ് IFFK എന്ന് പറഞ്ഞാൽ, ആ കലാസബരിയുടെ ഇടയിൽ നിന്ന് ഷഹബാസമൻ്റെ സംഗീതം, ഇങ്ങനെ അനശ്വരമായി ഒഴുകുന്ന സംഗീതം ആസ്വദിച്ചിരിക്കുന്ന ആ ഒരു അനുഭവമാണ് എൻ്റെ IFFK എന്ന് പറയുന്ന ഏറ്റവും തീക്ഷ്ണമായ അനുഭവം. അത് 1ാം വർഷത്തിൽ കിട്ടി. അതിൻ്റെ ലഹരിയിലായിരുന്നു പിന്നീടുള്ള ഈ 4 വർഷത്തെ ഒരു IFFK കാലം കഴിഞ്ഞു പോകുന്നത്. ഇക്ക പറഞ്ഞതുപോലെ കൈരളിയിലും ശ്രീയിലും നിളയിലും ഉള്ള IFFKയുടെ ഒരു ലെഗസി ഉണ്ട്. ആ ലെഗസി ടാഗോറിലും ഉണ്ടാവാറുണ്ട്. പക്ഷേ കൈരളിയും മറ്റൊരു വേദിയായി തന്നെ വികസിച്ച് വരേണ്ടത് അതിൻ്റെ ഒരു പ്രാധാന്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെ, സിനിമയെ സീരിയസ് ആയി സമീപിക്കുന്ന, ആഷിഖ് പറഞ്ഞ പോലെ സിനിമയെ സീരിയസ് ആയി സമീപിക്കുന്ന കുറേ മനുഷ്യന്മാർ ഇതൊരു തീർത്ഥാടന കാലം പോലെയാണ് കാണുന്നത്. നിസാർ മുഹമ്മദ് ചേരുന്നുണ്ട്. അദ്ദേഹം മുൻ സെൻസർ ബോർഡ് അംഗമാണ്, മാധ്യമപ്രവർത്തകനാണ്, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഈ IFFKയിലെ സിനിമകളുടെ തെരഞ്ഞെടുപ്പിനെ നമുക്ക് കുറച്ചുകൂടെ ഗൗരവ സ്വഭാവത്തിൽ, അതായത് അന്താരാഷ്ട്ര രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമയുടെ ഒരു സ്വഭാവത്തെ എങ്ങനെയാണ്, തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് കാണുന്നത്? ഉറപ്പായിട്ടും ഇത്തവണ കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ കുറച്ചുകൂടെ നല്ല സെലക്ഷനാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ ഇൻ്റർനാഷണൽ ഫിലിം 14 കണ്ടിരിക്കേണ്ട മസ്റ്റ് വാച്ച് എന്ന് നമ്മൾ പറയുന്ന സിനിമകളാണ്. പിന്നെ വിവിധ വിഭാഗങ്ങളിലുള്ള കാർഡിയോസ്കോപ്പ് ആയാലും മലയാളം, നൗ ഇന്ത്യ, നൗ പറയുന്ന എല്ലാ സിനിമകൾക്കും ഒരു പൊതു
പൊതുമൂല്യം, ഒരു വാല്യുബിൾ സെലക്ഷനാണുള്ളത്. പിന്നെ മറ്റൊന്ന്, ഈ വനിതാ വിഭാഗം ഡയറക്ടേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു പ്രത്യേക പാക്കേജ് വെച്ചിട്ടുണ്ട്. അത് ഏത് തരത്തിലാണ് എന്നുള്ളത് ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിപ്പുണ്ട്. കാരണം വെറുതെ പേരിന് വനിതകളെ അങ്ങനെ സുഖിപ്പിക്കാൻ വേണ്ടിയാണോ അതോ കാലിബറുള്ള വനിതകളാണോ ഇതിൻ്റെ അകത്തുള്ളത് എന്നത് അവരുടെ സിനിമകൾ കണ്ടാലേ അറിയൂ. നമ്മൾ മുഴുവൻ കണ്ടിട്ടില്ല. മുൻകാലങ്ങളിൽ വനിതാ സംവിധായകരുടേതെന്ന് പറഞ്ഞ് നമ്മൾ പോയി കണ്ട സിനിമകളെപ്പറ്റി നമുക്ക് പൊതുവെ മറ്റൊരു വിലയിരുത്തലുണ്ട്. അപ്പോൾ അതാണ് ഒന്ന്. പിന്നെ ഇൻ്റർനാഷണൽ സിനിമകൾ, അതായത് വേൾഡ് സിനിമകൾ, വളരെ മികച്ച കഥാതന്തുക്കളുള്ളതും ഗംഭീര മേക്കിംഗ് ആയിട്ടുള്ള സിനിമകളുണ്ട്. അതിപ്പോൾ ഞാൻ പേരെടുത്ത് പറയാത്ത, നമ്മളിങ്ങനെ പറയുമ്പോൾ ആളുകൾ നാളെ അഭിരുചിയാണല്ലോ സിനിമ, ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ പലതാവും. എനിക്കിഷ്ടപ്പെടുന്ന ഒരു സിനിമ വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. എങ്കിലും പൊതുവെ ഗംഭീര സെലക്ഷനാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ തവണ കാണേണ്ട കുറേ സിനിമകളുടെ ലിസ്റ്റ് നിസാർ മുഹമ്മദ് ഫേസ്ബുക്കിൽ ഇട്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു ലിസ്റ്റ് നമുക്ക് ഉണ്ടാവും? ഒരു ലിസ്റ്റ് തയ്യാറായിട്ടുണ്ട് ഞാൻ. അത് ഞാൻ താങ്കൾക്ക് പേഴ്സണലി വാട്സപ്പിൽ ഇട്ട് തരാം. എന്തായാലും സിനിമകളെ സീരിയസ് ആയി സമീപിക്കുന്ന കുറേ മനുഷ്യന്മാർ വന്ന് ഇറങ്ങിപ്പോകുന്ന സമയമാണ്. ആ സിനിമ സ്നേഹവും ആ സിനിമയോടുള്ള അഭിരുചിയുമെല്ലാം ഇവർ രണ്ടുപേരും നിങ്ങളിലേക്ക് എത്തിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാനും വന്ന് ചാടാം.